പൊൻകതിറിൻ്റെ നല്ലൊരു ദോശ മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ദോശ ഇഡ്ഡലി മിക്സാണ് ഇത്. ഇന്നലെ ഏകദേശം ഒരു ഈവനിങ് ടൈമിൽ തന്നെ അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബട്ടർ എടുത്തു. നമുക്ക് ആദ്യം തന്നെ ദോശ ഒന്ന് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ നല്ല ദോശയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ചുട്ടപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയൊരു പുളിപ്പ് രസമൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു ദോശ തന്നെയാണ്. ഇതൊരു പ്രൊമോഷനായിട്ട് പറയുന്നതല്ല. ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ കരിയാണ്ട് നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ദോശയും നമുക്കൊന്ന് ജസ്റ്റ് ചുട്ടണം. ദോശ വേറെയും കുറേ ചുടുന്നുണ്ട്, പക്ഷേ ജസ്റ്റ് 2 ദോശ മാത്രം ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇത് ചുറ്റുന്നത് ഒന്ന് സ്ലോ മോഷനിൽ ഇട്ടോക്കിയതാട്ടോ. അപ്പോൾ സംഭവം പൊളിയാണ്, കുഴപ്പമില്ല. നല്ല ബട്ടറൊക്കെ ഇട്ടിട്ട് നല്ലൊരു ദോശ ഞാൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ദോശയൊക്കെ ഒന്ന് പാകമാക്കി വെച്ചതിന് ശേഷം എനിക്കതിൻ്റെ ഈ അടിഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ ബ്രൗണായി കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ആ ഒരു കളറ് ഭയങ്കര ഇഷ്ടമാണ് ദോശയിൽ. അത് കാണുമ്പോൾ നമുക്കൊരു മസാല ദോശ ഫീൽ ഉണ്ടാവും. പിന്നെ കുറച്ച് ചട്നി ഉണ്ടാക്കാൻ കരുതി. കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. എന്നിട്ട് തേങ്ങ എടുത്ത് നമുക്ക് മിക്സിയിലേക്ക് ഇടാം. കുറച്ച് ഐറ്റംസും കൂടി അതിൻ്റെ കൂടെ ഉണ്ട്. നമ്മൾ ഷാൻജിയോ ചേട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. അടിപൊളി റെസിപ്പിയാണ്. നമ്മൾ ചെറിയ ഉള്ളി, ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു ചെറിയൊരു കഷ്ണം പുളിയും എല്ലാം ഇട്ടിട്ട് കുറച്ച് കരിവേപ്പില ഇടുന്നുണ്ട്. കുറച്ച് കല്ലുപ്പാണ് അരയ്ക്കുമ്പോൾ ചമ്മന്തിക്കൊക്കെ ഏറ്റവും ബെറ്റർ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചമ്മന്തി നന്നായിട്ട് ചട്നിക്കുള്ള അത് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തിട്ടില്ല, കുറച്ചൊക്കെ ഒന്ന് ഒരു ചെറിയൊരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളതൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ആക്കിയെടുത്തു. ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് വറവ് ഇട്ടിട്ട് നമ്മളൊരിക്കലും വറവിലേക്ക് ചമ്മന്തി ഒഴിക്കാണ്ട് ചമ്മന്തിയിലേക്ക് വറവ് ഇട്ടത് ഒഴിക്കാം എന്നാണ് പറഞ്ഞത്. അതായത് ചട്ടി കാച്ച വറവിടുക എന്നൊക്കെ പറയും പലയിടത്തും. കണ്ണൂരിലൊക്കെ ചട്ടി കാച്ച എന്നുള്ളൊരു ഭാഷയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട് അവിടെ ആയതുകൊണ്ട് ചട്ടി കാച്ച എന്നും പറയും ഇടയ്ക്ക് ഞാൻ. നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് നമ്മൾ വറ്റൽമുളക്, കരിവേപ്പില എല്ലാം കൂടെ വെളിച്ചെണ്ണയിലിട്ടിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ടാണ് ഇത് ഇടുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പർ സാധനമാണ്. ചെറിയൊരു പുളിപ്പ് ആ പുളി ഇട്ടതുകൊണ്ടും ഉണ്ട്. അങ്ങനെ രണ്ടും കൂടെ എൻ്റെ ഹസ്ബൻഡിന് പോകാനായപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെർവ് ചെയ്ത് ഉഷാറാക്കി കൊടുത്തു. അടിപൊളി ചട്നിയാണ് കേട്ടോ. താങ്ക് യു.